ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നുള്ളത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണുള്ളത്. പ്ലാറ്റ്ഫോമിന്റെ പുറത്താണുള്ളത്. ഇവിടുന്ന് ഏകദേശം ഒരു 200 മീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി തട്ടുകട കാണാം. ടീ ടൈം എന്നാണ് പേര്. ടീ ടൈം സേവർ ദ ഫ്ലവർ. നല്ല അടിപൊളി കടികളാണ് ഇവിടെ ഉള്ളത്. കടികൾ കാണിച്ചു തരാം. നല്ല അടിപൊളി ഉള്ളിവട ഒക്കെ ഉണ്ട്. ട്രെയിൻ ലോക്കോ പൈലറ്റ് ആണ്. പക്ഷെ ഇവിടെ വന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ട്രെയിൻ അവിടെ നിർത്തിയിട്ട് വന്നിരിക്കുക. ട്രെയിൻ സമയമുണ്ട്. കണ്ണൂർ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് ആണ്. പക്ഷെ ഇവിടെ വന്നാൽ കാലിക്കറ്റ് എത്തിയാൽ ഇവിടുന്ന് തന്നെ ചായ കുടിക്കും. അത്രയ്ക്ക് നല്ല ഫ്രഷ് സാധനം കിട്ടില്ല. അതായത് നമ്മള് ചായ കുടിക്കുമ്പോ ചായ കുടിച്ചതിന്റെ ആയിട്ട് ഒരു ഫീൽ ഉണ്ടാവണമല്ലോ. ഒരു ഫീലും കടിയാണ്. അപ്പൊ നമ്മള് ഒരു വണ്ടി അവിടെ നിൽക്കുക. എന്റെ വണ്ടി അവിടെ നിൽപ്പുണ്ട്. ടൈമുണ്ട്. അപ്പൊ ആ സമയം ഉണ്ടെങ്കിൽ ഞാൻ വന്ന് ഇവിടെ വന്ന് ചായ കുടിച്ചിട്ട് പോകും. ഏതാ വണ്ടി? ഏതാ? 06031 06031 ലോക്കോ പൈലറ്റ് ആണ്. ഞാനിപ്പോ അത് സുഖിയൻ കഴിക്കും, പിന്നെ മറ്റേ പോള കഴിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ഓരോ സമയത്ത് അങ്ങനെ വട കഴിക്കും, ഓരോന്ന് കഴിക്കും. ഇപ്പൊ സുഖിയനാ കഴിച്ചത്. ചായയാണ് നല്ല ഫ്രഷ് ചായ ആയിരിക്കും. ചായ നല്ല ചായയാണ്. അത് ചായ കുടിച്ചതായിട്ട് നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും. ഒരു ഈവനിങ് നമ്മൾ കൂടി സ്നാക്സും ചായയും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫീലിംഗ് ഉണ്ടാവും. നമ്മളില്ല അവിടുന്ന് ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇവിടെ വന്ന് ചായ കുടിക്കുകയാണെങ്കിൽ ഞാൻ കൊല്ലമാണ് നാട്. പാലക്കാടാണ് എന്റെ ഹോം സ്റ്റേഷൻ, എന്റെ ഡിവിഷൻ. പക്ഷെ നമ്മൾ കണ്ണൂർക്ക് പോവാണ്. പക്ഷെ അത് ഇവിടെ ചായ കുടിച്ചിട്ടേ പോകൂലേ? ഇവിടെ ടൈം ഉണ്ടെങ്കിൽ നമ്മളിവിടെ ചായ കുടിക്കും. വേറെ ഹോട്ടലൊന്നും ചൂസ് ചെയ്യാറില്ല. ചായ കുടിക്കാൻ എനിക്ക് തോന്നുന്നു കാലിക്കട്ടിലെ കുറച്ച് ബെസ്റ്റ് ഇതാണെന്ന് തോന്നിക്കുന്നു. അത് കണ്ടില്ലേ, തിരക്ക് കണ്ടില്ലേ? ഇവിടെ സാധാരണ പോലീസുകാരൊക്കെ ഉണ്ടാവും ചായ കുടിക്കാൻ ഇടയ്ക്കൊക്കെ. എല്ലാരും പോലീസുകാരെ, ലോക്കോ പൈലറ്റ്സ് മാക്സിമം ആൾക്കാർ ഇവിടെ വന്ന് ചായ കുടിച്ചിട്ട് പോകും. എന്താ പേരെന്താ? ഗിരീഷ്. അപ്പൊ കണ്ടില്ലേ, അപ്പൊ കോഴിക്കോട് വരുന്ന സമയത്ത് 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇവിടുന്ന് ഏകദേശം ഒരു 100 മീറ്റർ ദൂരം ഉണ്ടാവും ഇവിടത്തേക്ക്. ടീ ടൈം സേവർ ദ ഫ്ലവർ എന്നാണ് ഷോപ്പിന്റെ പേര്. നല്ല ചൂടുള്ള കടികളും നല്ല അടിപൊളി ചായയും. ചായ കുടിച്ച പോലെ ഉണ്ടാവും. അല്ലാതെ പാലൊരു ഭാഗത്ത് വെള്ളം ഒരു ഭാഗത്ത് ചായപ്പൊടി ഒരു ഭാഗത്തല്ല. ചായ കുടിച്ചാൽ കുടിച്ച പോലെ ഉണ്ടാവും. അപ്പൊ താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ഈ പറഞ്ഞ തന്നെയാണ്, ചായ കുടിച്ചാൽ കുടിച്ച പോലെ ഉണ്ടാവും. ഓക്കെ, വെച്ചാൽ ചായ കുടിച്ചാൽ കുടിച്ച പോലെ ഉണ്ടാവും. ഓക്കെ. കിരിമ്പാൻ, മടക്ക്, ഒയിനിവള, പരിപ്പോള, പരിപ്പ് കേക്ക്, കൽമാസ് എല്ലാം ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ കടികളുണ്ട് കേട്ടോ. നമുക്ക് വൈകുന്നേരം ചായ കുടിക്കാൻ പറ്റിയ നല്ല കിടിലൻ സ്പോട്ടാണ് ഇത്. റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ടാവും. 500 മീറ്റർ അടുത്താണ് ഈ സ്ഥലം വരുന്നത്. കേശവ മേനോൻ റോഡാണ് ഈ റോഡ് വരുന്നത്. ചേട്ടാ സ്ഥിരമായിട്ട് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. നല്ല അടികളൊക്കെ കിട്ടി. ചൂടോട് നല്ല ചായനെ പറ്റി ചായ കണ്ടോ. നമുക്ക് വൈകുന്നേര സമയങ്ങളിലൊക്കെ ഒന്ന് കോഴിക്കോടൊക്കെ ഇറങ്ങാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ കയറിയിട്ട് ഒരു നല്ല ചായയും നല്ല ചൂടുള്ള കടികളും കഴിച്ചിട്ട് നല്ല ആസ്വാദിച്ചിട്ട് അങ്ങനെ പോവാം. അപ്പോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കടികളുണ്ട്. ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഒരുപാട് കടികളുണ്ട്. ലോക്കോ പൈലറ്റ് ആണ്. ചേട്ടാ സ്ഥിരമായിട്ട് ഇവിടുന്നാണോ ചായ? ഞാനിവിടെ വെല്ലങ്ങാടി വരുന്ന സമയത്ത് ഫുള്ള് വന്ന് ചായ കുടിച്ചിട്ടാണ് പോവാറ്. ഏത് സമയത്ത് ഇവിടെ ഫുൾ തിരക്കാണ്. നമുക്ക് നല്ല ചൂടുള്ള ചായ കടികളാണെങ്കിൽ നല്ല ഫ്രഷ് സാധനങ്ങളും കിട്ടും. വിലയും കുറവാണ്. ഒരു മിനിമം ലെവലില് റേറ്റ് എടുക്കുന്നുള്ളൂ എല്ലാവരും. എങ്ങനെ കടികളെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല ടേസ്റ്റിലെ കടികളാണ്. നല്ല എപ്പോഴും ഇവിടെ എത്ര പെട്ടെന്ന് കടികൾ ഇവിടെ പെട്ടെന്ന് തീർന്നു പോകും. നമ്മളവിടെ ഇത് ഗാലറി കാണുന്ന കടികൾ നമ്മൾ കാണുമ്പോഴേക്കും കടികൾ ആളുകൾ വാങ്ങി തീർക്കും. ഇടയ്ക്ക് പോലീസുകാരൊക്കെ കാണാമല്ലോ ചായ കുടിക്കാൻ. ഇവിടെ വെല്ലങ്ങാടി ബന്ധപ്പെട്ട ആളുകൾ എല്ലാവരും ഇവിടെ വന്ന് ചായ കുടിക്കും. ഇത് എത്രയോ കാലങ്ങളായിട്ട് ഇവിടെ ഉള്ള ഒരു ആളാണ്. ഒരുപാട് കാലമായിട്ട് ഒരു സ്പെഷ്യൽ ചായ പാരുന്ന ആളാണ്. നമ്മൾ ഏത് ചായ പറഞ്ഞാലും അതേ കറക്റ്റ് അളവില് ചായ വന്ന് കിട്ടും. ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ചായ കുടിച്ചിട്ട് തന്നെ ഇപ്പം കുറച്ച് ടൈമായി. ഇപ്പോഴും ഇതിന്റെ ചൂട് ഇതേ ലെവലുണ്ട്. അങ്ങനെ എന്താ ഇവിടുത്തെ സ്പെഷ്യൽ കടി എന്തൊക്കെയാ? ഇവിടെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഇവിടെ പിന്നെ കല്ലുമ്മക്കായ, അതുപോലെ സുഗീന്, പിന്നെ പരിപ്പുവട, ഇങ്ങനെ കുറെ ഐറ്റംസുകളാണ് ഇവിടെ. ഇത് പിന്നെ മുട്ട ബജ്ജിയൊക്കെ ഉണ്ടാവും. അതൊക്കെ പെട്ടെന്ന് തീരും. നിങ്ങൾ കാലറി നോക്കൂ. ഇതൊക്കെ കഴിഞ്ഞു സമയം. ഇത് എത്ര മണി വരെ ഉണ്ടാവും രാത്രി? രാത്രി ഒരു 7 മണി. ഇവിടെ വെല്ലിയങ്ങാടിന്റെ ഒരു ടൈം ഉണ്ട്. എത്ര മണിക്കാ തുടങ്ങുക?
ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഇവിടെ എത്താറ്, രാവിലെ ഉണ്ടാവാറുണ്ട് ഇവിടെ. അപ്പോ നമ്മളെ ടീ ടൈമിന്റെ എന്താ പറയാ മച്ചാനാണ് ഇവിടെ ഉള്ളത്. മച്ചാനാണ് ഇവിടെ ഉള്ള ചായക്കാരൻ. ഒരുപാട് ആൾക്കാരെ വൈകുന്നേരങ്ങളിൽ നല്ല രുചിയുള്ള ചായ കുടിപ്പിക്കുന്ന മച്ചാനാണ്. അപ്പൊ മച്ചാനോട് ചോദിക്കുകയാണ്, ചായപ്പൊടി മച്ചാൻ സൂര്യനെല്ലി ഒരു കമ്പനി പൊടിയാണ്. സൂര്യനെല്ലി സൂര്യനെല്ലി എന്ന് പറയുന്ന ഒരു ചായപ്പൊടിയാണ് ഉപയോഗിക്കുന്ന ഒരു കമ്പനി പൊടിയാണ്. പിന്നെ വൈകുന്നേരം അപ്പോ ഇതേപോലെ ആളുണ്ടാവും അല്ലേ? അധികം ആളുണ്ടാവും, ചിലപ്പോ ആള് കുറയും, ഇന്ന ആളുണ്ട്, ചിലപ്പോ അധികം ആളുണ്ടാവില്ല. അധികം മാത്രമേ നിങ്ങൾ തന്നെയാണ് കടീന്റെ നിങ്ങൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് ഉണ്ടാക്കുന്ന നമ്മൾ തന്നെ പ്രൊഡക്ഷൻ. നിങ്ങൾ തന്നെ പ്രൊഡക്ഷൻ, അതായത് ഇവർ തന്നെ പ്രൊഡക്ഷൻ ആണ്, ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ഒരു ലോക്കോ പൈലറ്റ് ഇപ്പൊ ഇവിടെ വന്ന് ചായ കുടിച്ചു. അദ്ദേഹം പറഞ്ഞത് ചായ കുടിച്ച പോലെ ഉണ്ട്. അത് മൂപ്പരുടെ ചായയുടെ എന്താ പറയാ ആ ഒരു ഡെഡിക്കേഷൻ, ചായ പാരുന്നതിന്റെ ആ ഒരു പ്രത്യേകത തന്നെ ഉണ്ട്. അതിന്റെ ഒരു ഡെഡിക്കേഷൻ ഉണ്ട്, അതിന്റെ ഒരു ഗുണമെന്നാ പറഞ്ഞത്. അപ്പൊ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ, കോഴിക്കോട് വരുന്ന ആൾക്കാരൊക്കെ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് ചായ കുടിക്കുക, ഈ ചായയുടെയും ഇവിടെയുള്ള കടകളുടെയും സ്വാദറിയുക. അതൊരു പ്രത്യേക വൈബാണ്, പ്രത്യേക എനർജിയാണ്. എനിക്കതാ പറയാനുള്ളത്. കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിന്റെ ഒരു കലവറ തന്നെയാണ്. എത്രയോ വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ കോഴിക്കോടുള്ള ഏത് റെസ്റ്റോറന്റിൽ വന്നാലും കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ ടീ ടൈമിനെ കുറിച്ചാണ്. വൈകുന്നേരങ്ങളിൽ ഇവിടെ കോഴിക്കോട് വന്ന് ഇറങ്ങുന്ന ആർക്കും 4ാം പ്ലാറ്റ്ഫോമിൽ നിന്ന് ഈ വലിയങ്ങാട് റോഡ് വന്നു കഴിഞ്ഞാൽ ഈ ടീ ടൈമിൽ വന്നിട്ട് മനോഹരമായിട്ട് എന്താ പറയാ ഇവിടെയുള്ള ഈ സായന്തനൊക്കെ ആസ്വദിച്ച് ചായ കുടിച്ച് കടിയൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തു പോകും. എന്താണ് അവർ ഇവിടെ വന്ന ആവശ്യം ഉഷാറോടെ നിർവഹിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇവിടെ വരിക, ഇവിടെയുള്ള കടികളും ചായക്ക് എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ.